ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ കേവലം മനുഷ്യന്റെ കേവല ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് മാത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഹദീസുകൾ പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിച്ച് നിഷേധിക്കുന്ന ഈ വിഭാഗത്തിന് ഈ ന്യായം ശരിയല്ല എന്ന് കൃത്യമായി സമർത്ഥിച്ചുകൊണ്ട് മുസ്ലിം കേരളത്തിലുടനീളം വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ സമസ്ത സമ്മേളനങ്ങളുമായും വിശദീകരണങ്ങളുമായും ലഘുലേഖകളുമായും ആനുകാലിക ലേഖനങ്ങളുമായും സംവാദങ്ങളുമായി പോരാട്ടം നടത്തിയതിന്റെ ഫലമായി ഒരു നൂറ്റാണ്ട് പോലും തികയുന്നതിന് മുൻപ് മുജാഹിദ് പ്രസ്ഥാനം ചിഹ്ന ഭിന്നമായി കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇപ്പൊ സമസ്തന്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിനിടയിൽ കിട്ടിയ ഏറ്റവും വലിയ നേട്ടമായിട്ട് മൂപ്പര് പറയണത്. എന്താണ്? ഒരു നൂറ്റാണ്ടിലെ സമസ്തന്റെ പ്രവർത്തനം കൊണ്ട് ഇവിടുത്തെ മുജാഹിദുകൾ ഭിന്നിച്ച് ചിഹ്ന ഭിന്നമായി എന്നാ പറയണത്. അത് ഞങ്ങളെ പ്രവർത്തനം കൊണ്ടാണ്, വിശിഷ്യ ബഹുമാനപ്പെട്ട എന്റെ പ്രവർത്തനം കൊണ്ടാണ് എന്നൊരു ധ്വനി മൂപ്പരെ സംസാരത്തിൽ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ചോദിക്കട്ടോ, നിങ്ങൾ ഭിന്നിക്കാൻ കാരണം എന്താ? നിങ്ങളിവിടെ എത്ര വിഭാഗമായി എണ്ണി പറയുകയാണെങ്കിൽ 1 EK സമസ്ത, 2 AP സമസ്ത, 3 ഷാജാറ, 4 വാഫി, 5 കാസിമി, 6 കുരുവട്ടൂരി, 7 ആലുവ ത്വരീഖത്ത്, 8 കക്കാട് വൈസി ത്വരീഖത്ത്, 9 ആലുന്തറ ത്വരീഖത്ത്, 10 നക്ഷബന്ദി ത്വരീഖത്ത്, 11 നൂർഷാ ത്വരീഖത്ത്, 12 സംസ്ഥാന സുന്നികൾ ആന സുന്നി, 13 ദക്ഷിണ കേരള, 14 കുണ്ടോട്ടി ത്വരീഖത്ത്, 15 കുറൂർ ത്വരീഖത്ത്, 16 മടവൂർ കോട്ട, 17 ഇസുന്നി, 18 കാവനൂർ ത്വരീഖത്ത്, 19 വേങ്ങാട് ത്വരീഖത്ത്, 20 ശംസിയ ത്വരീഖത്ത്, ഏറ്റവും ഒടുക്കം വന്ന പാകിസ്ഥാനിന് തൂക്കാൻ വിധിച്ച കൊല്ലാൻ വിധിച്ച അഹമ്മദ് ഗോഹർഷായി എന്ന ഷെയ്ത്താണ്ടായിരുന്നു. ഓന്റെ ത്വരീഖത്തും കേരളത്തിൽ വന്നു. ഇത് നിങ്ങൾ തീന്ന് പോയതല്ലേ? ഇനി എണ്ണിയ തീരോ? എന്നിട്ട് നിങ്ങളാ പറയണത് നിങ്ങളെ പ്രവർത്തനം കൊണ്ട് മുജാഹിദുകൾ ഭിന്നിച്ചു എന്ന്. കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ പറയുമ്പോ നിങ്ങൾക്ക് വലിയ വഹാബി പറയില്ലെന്ന് പറയും. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കടുത്ത വഹാബി വിരോധി മൂത്തേടം പിരാന്തെന്ന് തന്നെ പറയട്ടെ. പാർട്ടികളായി പിരിയാ. അപ്പൊ തിരിഞ്ഞു, എന്ന് പിന്നെയും തിരിഞ്ഞു, തിരിഞ്ഞുമെന്ന് കൂടി പിന്നെ തിരിഞ്ഞു, പിന്നെ തിരിഞ്ഞു കൂടി പിന്നെയും തിരിഞ്ഞു. നൂൽപുട്ട് പോലെയാണ് ആകുന്നത്. പുട്ടും നൂൽപുട്ടാണ് വ്യത്യാസമുണ്ട്. പുട്ടിന് തമ്മിൽ ഇഷ്ടമല്ലെങ്കിലും ഒരു തമ്മിൽ പശളൊന്നുകൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കണം. നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പുറത്ത് വരുമ്പോഴത്തേന് പിരിയും. ഇപ്പൊ സുന്നികൾ നൂൽപുട്ടാണ്. വഹാബികളെ പള്ളി വരുന്നതിന് മുമ്പ് പുട്ടായിരുന്നു. ഇപ്പൊ സുന്നികൾ നൂൽപുട്ടാണ്. നൂൽപുട്ട് സുന്നികൾ എന്ന് പറയും. ഇപ്പോഴത്തെ സുന്നികളെ പറ്റി പറയേണ്ടത് ബഹുമാനപ്പെട്ട നൂൽപുട്ട് സുന്നികൾ എന്ന്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുന്നികളെല്ലാം നൂൽപുട്ടുകളായി പ്രത്യക്ഷപ്പെടുകയാണ്. ഇനി നൂൽപുട്ടിനും പുതിയ ഒരു സ്ഥാനം ഉണ്ടാവും. നൂൽപുട്ട് എടോ, ഇത് ഞാൻ വിശദീകരിക്കണം. ഇനി നിങ്ങൾ നൂൽപുട്ട് സുന്നി എന്നായി പറയണത്. വഹാബികള് ഒരു പുട്ട് ഒറ്റക്കുത്തിന് ഒരു തൊളയിൽ കൂടി തന്നെ പുറത്ത് ചാടും. 3 കഷ്ണമായിട്ട് ചാടുള്ളെങ്കിലും നിങ്ങൾ 100 തൊളയിൽ കൂടി 100 ഒരൊറ്റ നെക്കലിന് 100 വൈക്കൽ കൂടി ചാടുന്നത്. അക്കോലത്തിലുള്ള നൂൽപുട്ട് സുന്നിയാണ് നിങ്ങൾ. ഇത് എങ്ങനെയായതാ? ഞങ്ങൾ പറയണ ഒരു നൂറ്റാണ്ട് കാലത്തെ ഇവിടുത്തെ സലഫികളുടെ പ്രവർത്തനം കൊണ്ടാണ് നിങ്ങൾ ഭിന്നിച്ചത്. നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കോ? പിന്നെ എന്ത് അവകാശവാദമാണ് നിങ്ങൾ ഈ പറയണത്?